ശ്രീശാന്തിനോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഹർഭജനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ബാജി ഉറപ്പായിട്ടും ശ്രീശാന്തും ബാജിയും ഹർഭജനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അല്ല എന്തോ ഈ പറഞ്ഞു വരുന്നേ. പക്ഷെ ഒരു IPL മാച്ചിന്റെ ഒരു അവസാന ഘട്ടത്തിൽ ഹർഭജന്റെ കയ്യിൽ നിന്ന് പോയി തന്നെ പറയാം. നല്ല ഓർമ്മയുണ്ട്. മലയാളി എന്നൊരു ആളായതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങൾ ഞാൻ ആരോ നോക്കി പറയും, അത് നല്ലതാ. ഞാൻ ഇതുപോലെ ഒരിക്കലും ബജ്ജിയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ സംസാരിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. പറയാനുള്ള കാര്യങ്ങൾ അപ്പ പറഞ്ഞേക്കണം. ഈ ഒരു ഇടയ്ക്ക് ഏതോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇടയ്ക്കും കൂടെ പുള്ളി അതിനെക്കുറിച്ച് ഒരു ആഡ് ഉണ്ടാക്കി, പുള്ളി പൈസ ഉണ്ടാക്കി. ഏതോ 80 ലക്ഷം 1 കോടി രൂപയ്ക്ക് വൈറ്റിപ്പഴപ്പിന്റെ കാര്യോർത്ത് അറിയാതെ ചെയ്തു പോയത്, ക്ഷമിക്കണം. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ അതിന്റെ സ്റ്റോറി ഇടണം. ഞാൻ പറഞ്ഞു പൊറുക്കാം, പറ്റ മറക്കരുത്. സംസാരത്തിലൊക്കെ ഇത്ര അഹങ്കാരമല്ല, ധൈര്യം. ഒരു ആള് ഒരു തെറ്റ് നമ്മുടെ എതിരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫൊർഗീവ് ചെയ്യാം, പക്ഷെ മറക്കരുത്. കണ്ട അവൻ മറന്നിട്ടില്ല മിടുക്കൻ. മറന്നു കഴിഞ്ഞാൽ ആ സെയിം വ്യക്തി നമ്മുടെ അടുത്ത് വീണ്ടും ആ സെയിം തെറ്റ് ചെയ്യും. അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതിനൊരു ബിഗസ്റ്റ് എക്സാമ്പിൾ പുള്ളിയാണ്. അത് ഒരു ഡൗട്ടും ഇല്ല. എനിക്കും പുള്ളിയായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാൻ ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ എപ്പോഴും ഒരു ബ്രദറാന്നൊക്കെ പറയായിരുന്നു. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, പിന്നെ എനിക്ക് അറിഞ്ഞൂടരുത്. പക്ഷെ ആ ഒരു കഴിഞ്ഞ ഒരു മാസം 2 മാസം മുമ്പ് എന്തോ ഒരു ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വരെ പുള്ളിയെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കാരണം ഒരു ചെറിയ തീയിട്ട് കൊടുത്താൽ മതി, കാട്ടുതീയാക്കുന്ന കാര്യം നാട്ടുകാർ പോഴന്മാർ നോക്കിക്കോളും. ഇതിലൊക്കെ പുള്ളി എൻ്റെ മോളുടെ കുറിച്ച് കഥ പറഞ്ഞു, എനിക്ക് വിഷമമായി. ഇതൊക്കെ കാണുമ്പോൾ ആരും വിചാരിക്കും ഇതൊരു നല്ല മനുഷ്യൻ. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്നാ ശരി, നല്ല മനുഷ്യനാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഇന്ത്യ കളിക്കുമ്പോൾ തൊട്ട് ഇപ്പ് വരെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വെറും അഭിനയമായിരുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ ഒരു അഭിനയം ശ്രീശാന്തിനെ പറ്റില്ല. സത്യം പറയാലോ, ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നുന്ന സുധാകര. അന്ന് ഞാൻ ബജ്ജിയെ തിരിച്ചു ചെല്ലിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഉന്തിയിരുന്നെങ്കിൽ, ഞാൻ ഓൾമോസ്റ്റ് ഉന്താൻ പോയത്. പക്ഷെ ഭാഗത്തിന് എന്നെ ബ്രെഡ്ലിയും ഓരോ കയറി എനിക്ക് പിടിച്ചു. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇതുപോലെ ഇരിക്കുന്ന ഒരു പയ്യൻ അന്ന് ഒന്ന് പിടച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന മലയാളികൾ അവൻ മലയാളികളെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. അവരോട് ഒറ്റ ചോദ്യമുള്ളൂ. ഇപ്പൊ കുറച്ച് പവറൊക്കെ കേട്ടിട്ടുണ്ട്, അന്ന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഉന്തിയിരുന്നെങ്കിൽ, ഞാൻ അന്ന് ലൈഫ് ബാനാണ്. യെസ് ഓർ നോ? പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. അദ്ദേഹത്തിന്റെ എതിരെ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ ആവശ്യവുമില്ല. മേ ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.